ബേബി ചിച്ചു. യെസ് യെസ്, എല്ലാരും പോയി നോക്കിക്കോ. റൗണ്ട്. വാ, നമ്മളിവിടെ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യണത് തന്നെ ഫുള്ള് മരങ്ങളുടെ ഉള്ളിലാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യണത്. വണ്ടി പാർക്ക് ചെയ്തു. ബേബി നല്ല ഉറക്കത്തിലാണ്. കണ്ടില്ലേ, വണ്ടി പാർക്ക് ചെയ്തു. നല്ല അടിപൊളി സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. മരങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് ബേബി നല്ല ഉറക്കത്തിലാണ്. അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ പാസ് എടുത്തു, തേക്ക് മ്യൂസിയത്തിൽ കയറി. ഉണ്ടല്ലേ, എൻട്രൻസ് വരുന്നത് ആ സൈഡിൽ കൂടെയാണോ അതോ ഈ സൈഡാ? രണ്ടും ഒന്നിച്ച ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, വാട്ടർഫോൾ. വാവ്, വാട്ടർഫോൾ. ഇതേ വരുന്നു ബാക്കിയുള്ള മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത്. ഓ, ദ റൂട്ട് സിസ്റ്റം ഓഫ് തേക്ക്. തേക്കിൻ്റെ വേര് ഇങ്ങനെയാണ് കാണുന്നത്. ആഹാ, ഇല്ലേ, തേക്കിൻ്റെ വേരാണ് കണ്ടില്ലേ. നല്ല കിടക്കുന്നു, നല്ല വലുതാണ് കേട്ടോ. എന്നാ വെച്ചുള്ളത് അടിപൊളിയായി അല്ലേ. അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ കയറി. ഓഫ്, അപ്പം തന്നെ വലിയൊരു തേക്ക്. ഓഫ്, അതുപോലെ തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, കൊള്ളാലോ, സൂപ്പറാണല്ലോ. മുകളിൽ കട്ടാക്കിയിട്ട് വെച്ചിരിക്കുക. ഇത് കാണുന്നത് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി തേക്കാണ്. പിന്നെ സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ബി, 1C, 1D, 2A, 2B ഒക്കെ ഉണ്ട്. ഒരു തേക്കിനെ ഇതനുസരിച്ച് ക്വാളിറ്റി കൂടുതലുണ്ട്. തേക്കിൻ്റെ വേര് ഭാഗം ഇവിടെ താഴത്ത് കൊടുത്തുണ്ട്. അല്ല, ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാലു അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ എന്താ ചാലു? ഓ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടല്ലേ. ഓ, തേക്കിൻ്റെ വലിയ 2 പീസ്. ഓ, നല്ല വലിയ പീസാണ്. അവിടെ ത്രിമൂർത്തികളുടെ ഫോട്ടോ എടുക്കണം. അവിടെ ഫുള്ള് ഫോട്ടോ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ അമ്മു ചിഞ്ചുവാണ് ക്യാമറ. പിള്ളേരെ കൂടെ ഓടി കളിച്ചുകൊണ്ടിരിക്കും. ബേബി ചിച്ചു. യെസ് യെസ്, എല്ലാവരും പോയി നോക്കിക്കോ. സൂപ്പർ 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 ഫോട്ടോ. ഐ ബേബി, കം ഹിയർ, ടേൺ അറൗണ്ട്. വാവ്, സൂപ്പർ 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 ബേബി, സൂപ്പർ. ഓ, കാലൊക്കെ വെച്ച് നോക്കിയ. ഓ, വാവ്. ഭൂമിയിൽ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തേക്ക്. നമ്മളുടെ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ചൈനയിലാണുള്ളത് തോന്നുന്നുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ തേക്ക് തായ്ലൻഡിലുണ്ട്, മ്യാൻമാറിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലൗസിലുണ്ട്.
ഈ സ്ഥലങ്ങളിൽ മാത്രമേ തേക്കുള്ളൂ. അതിൽ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേക്കിൻ്റെ വലിയൊരു പീസ്. എന്ത് വലിയ വിറ്റ്നസ് ഓഫ് ഹിസ്റ്ററി. 1542 അക്ബർ ചക്രവർത്തി ജനിച്ചു. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1620 ശിവജി മരിച്ചു. 1800 റാണി ലക്ഷ്മിബായി ജനിച്ചു. 1840 ഇന്ത്യയിലെ പ്രഥമ തേക്ക് തോട്ടം നിലമ്പൂരിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ട് പിന്നെ എത്ര ടൈം എടുത്ത്? 1860 രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചു. സ്വാമി വിവേകാനന്ദൻ ജനിച്ചു. മഹാത്മാഗാന്ധി ജനിച്ചു. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം 1919, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1930, ദണ്ഡി മാർച്ച് 1921, മാപ്പിള ലഹള 1947, ഭാരതം സ്വതന്ത്രമായി. 1962 ഇന്ത്യ ചൈന യുദ്ധം. 1975 കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. ഇത് നല്ല വലിയൊരു പീസ് തന്നെ കേട്ടോ. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വലിയ പീസ്. ഇവിടെ കുറേ തേക്കിൻ്റെ അൽമേറ അല്ല ഏതാക്കി വെച്ചിട്ടുണ്ട്. തേക്കിൻ്റെ കണ്ണാടി പരമ്പരാഗത വസ്തുക്കളാണ്. ഇവിടെ ചെസ് ബോർഡ് തേക്കിൻ്റെത് ഇല്ലേ, പഴയ തേക്കിൻ്റെ ഇതാണ്. റേഡിയോ ബോക്സ്. ഇത്ര വലിയ ബോക്സിൽ വേണം റേഡിയോ കേൾക്കാൻ. ആർട്ട് സൈഡ് ടേബിള്, കോർണർ സ്റ്റാൻഡ്, ടെലഫോൺ സ്റ്റാൻഡ്, ഫ്ലവർ പോട്ട്, നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. സ്റ്റെപ്പ് കയറി വന്നാൽ തന്നെ കാണാം. ഇതെന്തത്? തേക്ക് സീഡാ. തേക്കിൻ്റെ സീഡാ. തേക്കിൻ്റെ സീഡ്. ആ മോഡലാണ്. അതേ ചെറുതേലുണ്ട് അവിടെ. തേക്കിൻ്റെ ചെറിയ ചെറിയ സീഡുകൾ ഉണ്ട്. ഇതാ ഇല്ല കണ്ടിട്ടില്ല. അതെ പക്ഷേ ഇത് അടിപൊളിയല്ലേ? ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് തേക്കിൻ്റെത്. ഒരുപാട് പരിചലനം ഇവിടൊക്കെ പല തരത്തിലുള്ള. നല്ല രസമുണ്ടല്ലേ കാണാൻ? ബട്ടർഫ്ലൈസിൻ്റെ ഇത് ഒറിജിനലാ. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? വണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇതൊരു കുതിരനെ ആക്കിച്ചില്ലോക്കെ. അല്ല സ്മൂത്തായിട്ട്. ദയവായി തൊടരുതെന്ന്. എന്താ സ്റ്റൈൽ. പഴയ തോക്കാണോ? തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ക്ലോക്കാണ് കേരളത്തിൻ്റെ മോഡൽ. വാവ്, സൂപ്പറായിരുന്നു. നല്ല അടിപൊളി തേക്കിൻ്റെ ഒരു താഴികക്കൂടാണ്. കണ്ടില്ലേ? നല്ല അടിപൊളി ഇല്ലേ? ഡോം നല്ല രസമുള്ളതാണ്. പഴയപുരം ഈ പഴയ തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാം.
വാവ്. പല പല തേക്കിൻ്റെ ഇതുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലെ കുറേ പീസുകളൊക്കെ വെച്ചിട്ടുള്ളത് കുറേ. ഓ, തേക്കിൻ്റെ ഇതാണ് നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്ക് ഇതാണ്. നല്ല സ്മൂത്താണ്. 18 വർഷം, 21 വർഷം, 62 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാലാണ്. അധികം 36 അങ്ങനെയൊക്കെ ഒരുപാട് വർഷങ്ങൾ വേണം ഇപ്പോൾ ഇത് ആയി വരാൻ. ഇരിക്കണേന് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ രണ്ടാൾ കിട്ടുന്നു. ഓ, ഇതിൽ തുടരരുത്. ഓ, മെതിയടി. പ്രസന്ന എം കെ നായർ, കേരള. ഒരു സാധനങ്ങൾ വീട്ടുപകരണങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പല പല ഇതിൽ. ഇതൊരു ഊഞ്ഞാലക്കാടാൻ തേക്കിൻ്റെ സാധനം ഉണ്ടല്ലേ, സുഖമായിട്ട് ഇരിക്കും. സൈഡിലൊരു റോൾ ടോപ്പ് ഡെസ്ക്, അങ്ങനെ പണപ്പെട്ടി കണ്ടില്ല, പണപ്പെട്ടി പഴയത്. വാച്ച് ബോക്സാണ്, വാച്ച് വെക്കാനാണ്. ഇപ്പോൾ പണപ്പെട്ടിയൊക്കെ ഉണ്ട്. ബാരൽ, ഇതാണ് ബാരൽ. പുല്ലാങ്കുഴി, മരുന്ന് പെട്ടി. ആഹാ. ഓ, ഹോൾസായിട്ടാണ്. കുഴി കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സാധാരണ പിള്ളേരൊക്കെ കളിക്കണത് ഇതില്ലല്ലോ. പല്ലാങ്കുഴി. ഇതിൽ തുടരുത്. കുട്ടികളുടെ ഇത് ഒക്കെ തേക്കിലാണ്. ഇനിയിപ്പോൾ അതെടുത്ത് നോക്കണ്ട. പണ്ട് കാലത്ത് സായിപ്പന്മാരെ ഇങ്ങനെ പൊക്കിയിട്ട് അപ്പുറത്തേക്ക് വെക്കും. ബാക്കിയുള്ളൊരു വെള്ളത്തിൽ കൂടെ അങ്ങനെ നീന്തി വരും. വലിയ വലിയ കാടും കാര്യങ്ങളൊക്കെ ഇറങ്ങും. ഈ ബോർഡിൽ ആരണാവോ ഇത്രയധികം ഇതിൽ വെച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ. നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെ തൂക്കിടാനുള്ളത്. പിന്നെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റുകളെ കുറേ ചെയ്തിട്ടുള്ളതാണ്. ഈ ഷെൽഫുകളൊക്കെ തേക്കിൻ്റെതാണ്. ഇതിലൊക്കെ ചെറിയ സ്റ്റാൻഡുകൾ കുറേ ഇതെല്ലാം ആക്കിച്ചിട്ടുണ്ട്. കുറേ പുരാതന വസ്തുക്കളൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുകൂടെ ഷെൽഫിലാക്കി വെച്ചിട്ടുണ്ട്. അവർ എല്ലാവരും ഫോട്ടോ തിരക്കിലാണ്. ഇപ്പോൾ ബേബി ഓൾറെഡി ഇവിടുന്ന് താഴെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങാം. Come on baby, let's go down. സ്റ്റെപ്പ് ഇറങ്ങി വരണം. കാസർഗോഡ് തേക്കിലാണ് കേട്ടോ. തേക്കിൻ്റെ ചെയറുകളാണ്. ചെയറല്ല ശരിക്കും അത്. ഇരിക്കാനുള്ള സംഭവങ്ങളാണ്. ബേബി ബേബി കം കം ഡൗൺ കം ഡൗൺ 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 ഡൗൺ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ നമ്മൾ എൻട്രൻസിൻ്റെ അങ്ങോട്ട് തന്നെ എത്തും. വേണ്ടിയില്ലേ. അപ്പോൾ നമ്മളുടെ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വേഗം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. എല്ലാവരുടെ ഷൂസും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് ഷൂസ് ഇടാൻ പാടില്ല. ഇതിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്ന് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കളിക്കാനുള്ള പാർക്ക് കണ്ടില്ലേ. പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് ഇവിടെ. ബേബി ഇറ്റ്സ് എ പാർക്ക്. ഇതേ പോകുന്നു. ഇറ്റ്സ് എ പാർക്ക്. ഇറ്റ്സ് എ പാർക്ക്. യെസ്, കണ്ടില്ലേ. നല്ല അടിപൊളി സ്ഥലം. What happened, baby? You want to swing? You want to swing? Baby, let's go to park. Oh, what happened, baby? You want to swing? Come, 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 come. Come here, baby. Oh, ഇവിടെ അടിപൊളി ഇതാണ്. ഓ, നമ്മളെ പിള്ളേരെ അതേവിടെ ഊഞ്ഞാലാടുന്നു. ഓ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. ലെറ്റ്സ് ഗോ ഇൻസൈഡ്.
ബേബി. അതെ, കറക്റ്റ് സൈസാ. ഓക്കെ ഓക്കെ ഓക്കെ, പോ. ഹാൻഡിലില്ല. ആ, ഇറ്റ്സ് എ ഡക്ക്. ആ, ഓ ഓക്കെ. ബേബി സ്വിങ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, സ്വിങ്. ആ, വീണ്, നല്ല വീഴ്ച വീണ്. ആ, ചാലു ഇറങ്ങിക്കോ ചാലു. ദേ ബേബിക്കോ വേണമെന്ന്. ഓക്കെ ഓക്കെ, അവിടെ കയറിയിരിക്കാൻ. പതുക്കെ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകണ്ടില്ലേ. മിൽമയുടെ ഐസ്ക്രീമിൻ്റെ കൂത്താണ്. അപ്പോൾ ഇത് എല്ലാവരും ഐസ്ക്രീം. ഓക്കെ, ടേക്ക് ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ ഐസ്ക്രീം കഴിക്കണം എല്ലാവരും. കണ്ടില്ലേ, ബേബി കണ്ടില്ലേ ഐസ്ക്രീം. വീണല്ല, താഴട്ടതാ ഉള്ളത്. അറിയില്ല, കയ്യുമ്മൽക്കായപ്പോഴേ. എല്ലാവരും ഐസ്ക്രീം കഴിക്കണം. രണ്ടാൾക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കണില്ല. പക്ഷെ അവർക്കുള്ള പണി വരുന്നുണ്ട്, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് മക്കളെ. ഐസ്ക്രീം. ബേബി, നമ്മളിത് ഓൾറെഡി ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ആ സൈഡിലാണ്. നമുക്ക് മെല്ലെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എനർജി കയറിയാണ്ടില്ലേ, എല്ലാവർക്കും എനർജി കയറി ഇത് ഓടുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ 2 വണ്ടിയുടെയും പാസ് കാണിച്ചു. ഇത് വരുന്ന ബാക്കിൽ അവർ നമ്മളങ്ങനെ നേരെ തേക്ക് മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ. തേക്ക് മ്യൂസിയം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിൽ കയറി. എന്താണ് ഹോട്ടലിൻ്റെ പേര്? ഹോട്ടലിൻ്റെ പേര് കാണില്ല. ഡെയിലി സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം യാത്ര തുടങ്ങാമെന്ന് വെച്ചു. എല്ലാവരും വണ്ടി പാർക്കൊക്കെ ചെയ്തു. ഇപ്പോൾ നേരെ കടയിലോട്ട് കയറി. എല്ലാവരും ഫുഡ് കഴിക്കാനാണ്. ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും 1 by 1 വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകാമെന്നുള്ള പരിപാടിയാണ്. നമ്മൾ എപ്പോൾ എത്തും? പോകാമെന്നുള്ള പരിപാടിയിലാണ് നമ്മൾ. വണ്ടിയിൽ നല്ല ഗെയിം കളിക്കുകയാണ്. പരിപ്പ് മെമ്മറി ഗെയിം നമ്മളിപ്പോ ഹൈ റേഞ്ചിൽ പോവാണ്. ഫുള്ള് പിന്നുകളാണ് കയറുന്നത്. ഇപ്പൊ നമ്മള് 2 വണ്ടി നിർത്തി വെച്ചു. ഇതേ ഒരു മസാല ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ക്യാമറയിൽ ഒരാൾ വീഴുന്ന വീഡിയോ ലൈവായിട്ട് നമുക്ക് കിട്ടി. കാരണം നമ്മൾ വണ്ടിയുടെ മുമ്പിൽ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ബേബി പിടി ബേബിയുടെ ചായ കുടി. ബേബി ചായ കുടിക്കുന്നു. ബൂസ്റ്റ് ചായ അല്ല, ബൂസ്റ്റാ? ഓ, ആദ്യമൊക്കെ ബൂസ്റ്റ് പറഞ്ഞാൽ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇപ്പൊ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരസ്യമൊന്നും വരാറില്ല, ഒക്കെ മാറി. ഫുള്ള് കളിക്കുകയാണ്. അതെ, നമ്മൾ ഓൾറെഡി വണ്ടി
സ്റ്റാർട്ടാക്കി നമ്മുടെ റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും ഇതേ വണ്ടിയിൽ കയറാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കി യാത്ര തുടരാം. മഴയിലാണ്, നല്ല മഴ. അതേ കണ്ടില്ലേ, ഇങ്ങനെ പോവാണ്. ഇപ്പൊ നമ്മളെ വണ്ടിയിൽ സാനിയും കൂടെ ഉണ്ട്. മറ്റേ വണ്ടി അതേ ബാക്കിൽ വരുന്നുണ്ട് കേട്ടാ. അതെ, ഹീറ കുറെ നേരത്തെ അവിടെ പോയതാണ്, അമ്മൂന്റെ കൂടെയാണ്. അപ്പൊ തീരെ ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ ഒരു ചേച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇതില് മോഹൻലാലിന്റെ പടല്ലേ, വെട്ടല്ലേ ഏതോ പടത്തില് ബോഡി കൊണ്ടുപോകും ഇങ്ങനെ കെട്ടിയിട്ട് സൈക്കിളിന്റെ ബാക്കി വെച്ചിട്ട്. അതാണ് കറക്റ്റ്. ചിഞ്ചു എന്റെ അടുത്ത് പാട്ടുണ്ട്. അതെ, എനിക്ക് കിട്ടിയതേ.